കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മുടെ പല മാധ്യമങ്ങളിലും വിശേഷിച്ച് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു. ഇന്ത്യ തദ്ദേശീയമായിട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റ് ഒരു ഘട്ടത്തിൽ പരാജയമാണെന്ന് വിലയിരുത്തിയിരുന്ന പ്രോജക്റ്റ് വിജയിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത 3-4 ദിവസമായിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഏറെക്കുറെ ഇന്ന് നമുക്കത് സ്ഥിരീകരിക്കാവുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ത്യ ലോകത്ത് അപൂർവമായ ചില രാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ സ്വന്തമായി വികസിപ്പിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു. ആ കൂട്ടത്തിലേക്കാണ് ഒരു പുതിയ അംഗമെന്ന നിലയിൽ ഇന്ത്യ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ എത്തിയത്? ഇപ്പൊ എന്ത് മാറ്റമാണ് ഇന്ത്യക്ക് ഉണ്ടായത്? അതായത് നമ്മുടെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റിന്റെ തുടക്കത്തെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. 1986-കളിൽ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ തേജസ് എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് DRDOയുടെ നേതൃത്വത്തിൽ കാവേരി എഞ്ചിൻ വികസിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ സാങ്കേതിക വിടവ് തന്നെയായിരുന്നു പ്രധാന കാരണങ്ങളിലൊന്ന്. ആ പ്രോജക്റ്റ് നീണ്ടുപോയി. ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഉയർന്ന താപനില താങ്ങാൻ ശേഷിയുള്ള ലോക സങ്കരങ്ങൾ അഥവാ സൂപ്പർ അലോയ്സ്, അതുപോലെ സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതികവിദ്യ എന്നിവയൊക്കെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതിന് ഉണ്ടായ കാലതാമസമായിരുന്നു ഇന്ത്യ ഇത്രയും കാലം കാവേരി എഞ്ചിൻ പ്രോഗ്രാമിൽ പിന്നോട്ടടിച്ചത്. മാത്രമല്ല 1998-ലെ ആണവ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം നിർണായകമായ സാങ്കേതിക വിദ്യകളും വിദേശ സഹായവും ഇന്ത്യക്ക് ലഭിക്കുന്നതിന് തടസ്സമായി. ഇന്ത്യ തത്വത്തിൽ ഒരു എഞ്ചിൻ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാവേരി എഞ്ചിനുകൾ ആദ്യകാലത്ത് 72 മുതൽ 73 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ആണ് നൽകിയിരുന്നത്. ഇന്ത്യ എഞ്ചിൻ നിർമ്മിച്ചോ എന്ന് ചോദിച്ചാൽ നിർമ്മിച്ചു. പക്ഷെ ഒരു യുദ്ധവിമാനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എഞ്ചിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്തോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യം കാരണമാണ് നമുക്ക് ഒരു എഞ്ചിൻ ഇല്ല എന്ന പരിഭവം പറയേണ്ടി വന്നുകൊണ്ടിരുന്നത്. അതായത് വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 80 മുതൽ 85 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നൽകാൻ കഴിയുന്ന ഒരു എഞ്ചിനായിട്ട് കാവേരി എഞ്ചിനെ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കാവേരി എഞ്ചിനുകൾക്ക് 72-73 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് മാത്രമാണ് നൽകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തേജസ് യുദ്ധവിമാനങ്ങളിൽ നമുക്ക് ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം തേജസ് യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരാൻ 80 kN മുകളിൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എഞ്ചിനുകൾ ആവശ്യമായി വന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമേരിക്കൻ എഞ്ചിനായിട്ടുള്ള GE F404 എന്ന് പറയുന്ന എഞ്ചിൻ നമ്മുടെ തേജസ് വിമാനങ്ങളിൽ ഘടിപ്പിക്കാനായി തീരുമാനിക്കുന്നത്. അമേരിക്കയുമായി ചർച്ച നടത്തുന്നു. ആ എഞ്ചിനുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിൽ പല മാറ്റങ്ങളും നമ്മൾ കൊണ്ടുവരുന്നു. വർഷങ്ങൾ നീണ്ട പ്രോസസ്സുകൾക്കൊടുവിലാണ് നമ്മളിപ്പോ തേജസ് യുദ്ധവിമാനങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത എഞ്ചിനാണ് അതിന് കരുത്തു പകരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ കാവേരി എഞ്ചിൻ 81-നും 83-നും ഇടയിൽ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നത്. ഏറ്റവും പുതിയ മുന്നേറ്റം നടന്നത് ഈ മാസം നമ്മുടെ ഫെബ്രുവരി മാസത്തിലാണ്. അതായത് 83 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് കാവേരി എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ചു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതിന് കാരണം പുനർരൂപകൽപ്പന ചെയ്ത ആഫ്റ്റർ ബേണർ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു. ഈ ഒരു പരീക്ഷണത്തിലാണ് 81-നും 83-നും ഇടയിൽ കേൺ ത്രസ്റ്റ് കൈവരിക്കാൻ കാവേരി എഞ്ചിന് കഴിഞ്ഞത്. ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ പുതിയ പരിഷ്കരിച്ച ആഫ്റ്റർ ബേണർ നമ്മൾ വികസിപ്പിച്ചെടുത്തത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കൈവരിച്ച പുരോഗതി ഒരു 10 വർഷം മുമ്പോ മറ്റോ ആയിരുന്നുവെങ്കിൽ നമുക്ക് അമേരിക്കൻ എഞ്ചിനെ കുറിച്ച് ചിന്തിക്കേണ്ടി പോലും വരുമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു പകരാൻ കഴിയുന്ന ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുത്തു. എന്നിരുന്നാലും നമുക്ക് ഈ എഞ്ചിൻ തൽക്കാലത്തേക്ക് തേജസ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കൻ എഞ്ചിനായിട്ടുള്ള GE404 എന്ന് പറയുന്ന എഞ്ചിന് അനുകൂലമായ രീതിയിലാണ് തേജസ് യുദ്ധവിമാനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ നമുക്ക് ഈ പുതിയ എഞ്ചിൻ നമ്മൾ ഇതിൽ ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഡിസൈനിൽ അടക്കം വരുത്തേണ്ടി വരും. അത് ഇനിയും കുറെ വർഷങ്ങൾ വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. തേജസിന്റെ കാര്യം പറഞ്ഞാൽ ഇതിപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയ ഒരു യുദ്ധവിമാനമാണ്. ഓൾറെഡി നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ പുതിയ അപ്ഡേറ്റഡ് വേരിയൻസ് നമ്മൾ നിർമ്മിക്കാനായിട്ടുള്ള ശ്രമത്തിലുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ എഞ്ചിൻ കണ്ടുപിടിച്ചു എങ്കിൽ കൂടി ഈ എഞ്ചിൻ ഉടനെ തന്നെ എടുത്ത് നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിൽ നിലവിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊരു സുപ്രധാനപ്പെട്ട നേട്ടമായിട്ട് നിൽക്കുകയാണ്. തേജസ് താരതമ്യേന ഭാരം കുറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന എഞ്ചിനും താരതമ്യേന ഭാരം കുറവായിരിക്കണം. നമ്മളിപ്പോ നമ്മുടെ കാവേരി എഞ്ചിനെ അമേരിക്കയുടെ GE F404 എഞ്ചിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ
കാവേരി എഞ്ചിന്റെ ഭാരം 1180 കിലോഗ്രാം ആണെങ്കിൽ അമേരിക്കൻ നിർമ്മിത എഞ്ചിന്റെ ഭാരം 1036 കിലോഗ്രാം ആണ്. അതായത് കാവേരി എഞ്ചിനേക്കാൾ ഭാരം കുറവാണ് GF404 എന്ന് പറയുന്ന എഞ്ചിൻ. അപ്പൊ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഭാരം കുറവുള്ള എഞ്ചിൻ തന്നെയാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടനെ നമുക്ക് തേജസിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റിന് നമ്മൾ പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു എഞ്ചിൻ കണ്ടെത്തേണ്ട ആവശ്യം വരില്ല. കാവേരി എഞ്ചിനിൽ തന്നെ കുറച്ചുകൂടി പരീക്ഷണങ്ങൾ നടത്തി നമുക്ക് ഈ എഞ്ചിൻ തന്നെ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് 4.5 ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ കാലഘട്ടമല്ല, മറിച്ച് നമ്മൾ AMCA പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാണ്. 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു പുതിയ 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള തീരുമാനമായി. മാത്രമല്ല ബ്രിട്ടീഷ് കമ്പനി ആയിട്ടുള്ള റോൾസ് റോയ്സുമായിട്ട് സഹകരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്കൊരു പുതിയ യുദ്ധവിമാനം 4ാം ജനറേഷനിലോ 4.5 ജനറേഷനിലോ ഉള്ള ഒരു പുതിയ യുദ്ധവിമാനം ഡിസൈൻ ചെയ്ത് അത് നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഒരു എഞ്ചിൻ പൂർണ്ണമായി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നിലവിലെ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങളിൽ ഈ എഞ്ചിൻ തൽക്കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഭാവിയിൽ തേജസ് യുദ്ധവിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പരിഷ്കരിച്ച കാവേരി എഞ്ചിനുകളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതായത് ചൈനയൊക്കെ ചെയ്ത പോലെ. ചൈന റഷ്യൻ എഞ്ചിനുകളായിരുന്നു അവരുടെ J സീരീസിൽ പെടുന്ന എയർക്രാഫ്റ്റുകളിലെല്ലാം തന്നെ ആദ്യം ഉപയോഗിച്ചിരുന്നത്. സ്വന്തം എഞ്ചിൻ അവര് ഡെവലപ്പ് ചെയ്തെടുത്ത സമയത്ത് പതിയെ പതിയെ റഷ്യൻ എഞ്ചിനെ മാറ്റിയിട്ട് അവരിപ്പോൾ അവരുടെ തദ്ദേശീയമായിട്ടുള്ള എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കും ചിലപ്പോൾ ഫ്യൂച്ചറിൽ അമേരിക്കൻ എഞ്ചിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സ്വന്തം എഞ്ചിൻ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. ഒരു 8-10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് അനായാസം സാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി ഒരു ജെറ്റ് എഞ്ചിൻ, അതും അത്യാവശ്യം നല്ല ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ജെറ്റ് എഞ്ചിൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കാവേരി എഞ്ചിൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമുക്കൊരു നഷ്ടമായി മാറുമോ, അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് മാത്രമല്ല, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയായിട്ട് നമുക്കത് മാറുകയാണ്. കാവേരി എഞ്ചിൻ നമ്മൾ ഘാതക് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റെൽത്ത് UCAVയിൽ ഉപയോഗിക്കാനായിട്ട് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ DRDO ഡെവലപ്പ് ചെയ്യുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് ജെറ്റ് പവേർഡ് ആയിട്ടുള്ള സ്റ്റെൽത്തി അൺമാൻഡ് കോമ്പാറ്റ് എയർ വെഹിക്കിൾ ആണ് നമ്മുടെ ഘാതക് എന്ന് പറയുന്നത്. ഘാതകിന് ജെറ്റ് എഞ്ചിൻ ആവശ്യമാണ്. അവിടെയാണ് കാവേരി എന്ന് പറയുന്ന ഗെയിം ചേഞ്ചർ വരാൻ പോകുന്നത്. ഓൾറെഡി കാവേരി എഞ്ചിൻ ആഫ്റ്റർ ബേണർ 81 മുതൽ 83 വരെ കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ആവശ്യമുള്ളത് തേജസ് പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്കാണ്. എന്നാൽ ഘാതക് പോലെയുള്ള 5ാം തലമുറ ആളില്ലാ യുദ്ധവിമാനങ്ങൾക്ക് നമുക്ക് ആഫ്റ്റർ ബർണറിന്റെ ആവശ്യം വരുന്നില്ല. ഡ്രൈ എഞ്ചിൻ തന്നെ ധാരാളമാണ്. അതായത് ഡ്രൈ കാവേരി എഞ്ചിൻ ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ 49 മുതൽ 52 കിലോ ന്യൂട്ടൺ കരുത്ത് നൽകാൻ കഴിയുന്ന എഞ്ചിനാണ്. അമേരിക്കയുടെ GF404 പോലും ഡ്രൈ എഞ്ചിനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 48 to 49 അല്ലെങ്കിൽ 50 വരെ പരമാവധി ത്രസ്റ്റ് നൽകുമ്പോഴാണ് ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഏകദേശം 49നും 52നും ഇടയിൽ കരുത്ത് നൽകുന്ന എഞ്ചിനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ എഞ്ചിനായിരിക്കും നമ്മുടെ ഘാതക് ആളില്ലാ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോ കാവേരി എഞ്ചിന്റെ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നേട്ടമായിട്ട് മാറുകയാണ്. അതോടൊപ്പം തന്നെ ലോകത്തെ അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇതിലൂടെ നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യ കാവേരി പ്രോജക്റ്റ് ഒരു സൈഡിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. കാരണം നമ്മളിപ്പോ ത്രസ്റ്റ് 83 വരെ എത്തിയെങ്കിൽ കൂടി ഈ എഞ്ചിൻ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഇനിയും കടന്നു പോകേണ്ടതുണ്ട്. അതൊക്കെ കുറെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സ്പേർട്സ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഭാവിയിൽ കാവേരി 2.0 എന്ന് പറയുന്ന വേരിയന്റ് തീർച്ചയായിട്ടും നമ്മുടെ തേജസ് വിമാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് തേജസിന്റെ ഒരു പ്രോട്ടോടൈപ്പ്, അതായത് കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച ഒരു പ്രോട്ടോടൈപ്പ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് 2027-ലോ 28-ലോ 30-ലോ ഒക്കെ ഇന്ത്യ പുറത്തിറക്കിയേക്കാം. അത് ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. തേജസ് മാർക്ക് 1A പോലെയുള്ള എയർക്രാഫ്റ്റുകളിൽ എഞ്ചിൻ റീപ്ലേസ്മെന്റ് മാത്രമായിട്ട് ചിലപ്പോൾ 2030-ന് ശേഷം കാവേരി എഞ്ചിൻ ഉപയോഗിച്ചേക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മൾ കുറച്ച് വൈകിപ്പോയി. എന്നാൽ പോലും കാവേരി എഞ്ചിന്റെ ഒരു ഡെവലപ്മെന്റിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ നമ്മൾ കടന്നിരിക്കുകയാണ്. അതായത് വളരെ ശക്തമായ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോകത്ത് വിരളിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴും
കമ്പാരിറ്റീവ്ലി മറ്റ് രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ നമ്മൾ പുറകിലാണ്. അതായത് ഇപ്പോൾ നിലവിൽ എഞ്ചിൻ നിർമ്മാണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന US, ഫ്രാൻസ്, റഷ്യ, ചൈന, ബ്രിട്ടൻ ഈ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അവർക്ക് പുറകിലാണ്, ഇപ്പോഴും ഒരുപാട് പുറകിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ഗ്രൂപ്പിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് പോലും ഒരു വലിയ നേട്ടമാണ്. കാരണം നിലവിൽ എഞ്ചിൻ നിർമ്മിക്കുന്ന രാജ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്ത രാജ്യങ്ങളാണ്, പരസ്പരം ടെക്നോളജികൾ ഷെയർ ചെയ്ത രാജ്യങ്ങളാണ്. ഇപ്പോൾ ബ്രിട്ടൻ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ടെക്നോളജി ഷെയർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഫ്രാൻസുമായിട്ട് പോലും ഒരു ഘട്ടത്തിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെക്നോളജി. അതേ സമയത്ത് റഷ്യയും ചൈനയും തമ്മിൽ ടെക്നോളജി കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ മുന്നിലേക്ക് എത്തിയത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു വികസ്വര രാഷ്ട്രം എന്ന നിലയ്ക്ക് വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. കാവേരി എഞ്ചിൻ ഘടിപ്പിച്ച ഘാതക വിമാനങ്ങളായിരിക്കും മിക്കവാറും തേജസ് വിമാനം പ്രോട്ടോടൈപ്പ് എങ്കിലും പുറത്തിറങ്ങുന്നതിന് മുന്നേ തീർച്ചയായിട്ടും വരാൻ പോകുന്നത്. തേജസിൽ ഇത് വരാനുള്ള സാധ്യതയും നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും AMCA പ്രോജക്റ്റൊക്കെ നമ്മൾ അതിന്റെ പ്രോട്ടോടൈപ്പ് ഒക്കെ ഇറങ്ങാൻ പോവാണ്. പിന്നെ ഒരു പക്ഷേ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്യൂച്ചറിന് മുന്നിൽ കണ്ടുകൊണ്ടുമൊക്കെ വന്നേക്കാം എന്നുള്ളതാണ് ഒരു സാധ്യത. എന്തായാലും നമ്മളിപ്പോൾ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലായിരിക്കും ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ ഏജൻസികളും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു എഞ്ചിൻ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്, ഒരുപാട് പഴികേട്ട ഒരു എഞ്ചിനാണ്. അത് പക്ഷേ ഒരു വിജയമായിട്ട് മാറുന്നു എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.